പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കാം. പ്രൂവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 1 + 3 + 3² + etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2 is true for all n belongs to capital. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും. അതാണ് n ബിലോങ്സ് ടു n എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 2 3 4 എക്സെട്ര എല്ലാത്തിനും എന്നിന് ഏത് വാല്യൂസ് കൊടുത്താലും ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ തെളിയിക്കണം ബൈ ദ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇക്വേഷന് പി ഓഫ് എൻ എന്ന് കൊടുക്കാം. അതാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റ് പി ഓഫ് എൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിസൾട്ട് എന്നിന് 1 കൊടുത്താൽ ട്രൂ ആണ് എന്ന് തെളിയിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 ടു പ്രൂവ് പി ഓഫ് 1 ഈസ് ട്രൂ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലംസും ഇതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം പി ഓഫ് 1 എഴുതാണ്. n എന്നുള്ളിടത്ത് നമ്മൾ 1 കൊടുക്കുകയാണ്. പി ഓഫ് 1, അതായത് ഇവിടെ ആദ്യത്തെ ടേം മാത്രമേ നമ്മൾ എടുക്കേണ്ടൂ. 1 ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നിനെ 1 എന്ന് കൊടുക്കാം. അപ്പോൾ 3 raised to 1 minus 1 by 2, അതായത് 3 minus 1 by 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 1 വരാണ്. അതിനർത്ഥം പി ഓഫ് 1 ഈസ് ട്രൂ. അതായത് തന്നിരിക്കുന്ന റിസൾട്ട് എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2. നമ്മൾ ചെയ്യുന്നത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്, വിചാരിക്കുകയാണ്. എപ്പോൾ n ഈക്വൽ ടു കെ ആണെങ്കിൽ, അതായത് പി ഓഫ് കെ ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ എന്താണ് പി ഓഫ് കെ എന്ന് നമ്മൾ എഴുതി വെക്കുകയാണ്. അത് എഴുതാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ n എന്നുള്ളിടത്ത് കെ എന്ന് കൊടുക്കാം. അപ്പോൾ പി ഓഫ് കെ നോക്കാം. 1 + 3 + എക്സെട്ര 3 raised to k minus 1 equal to 3 raised to k minus 1 by 2. ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൽ n എന്നുള്ളിടത്ത് നമ്മൾ k എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടു പ്രൂവ് പി ഓഫ് k + 1 ഈസ് ട്രൂ. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് k + 1 കൊടുക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ടു പ്രൂവ് പി ഓഫ് k + 1 ഈസ് ട്രൂ. അപ്പോൾ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അതാണിത്. പി ഓഫ് k + 1 1 + 3 + 3² + എക്സെട്ര plus 3 raised to k minus 1 plus 3 raised to k equal to എന്നുള്ളിടത്ത് നമ്മൾ k + 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് നമുക്ക് കിട്ടും. 3 raised to k + 1 minus 1 by 2. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് കെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്തത് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ n എന്നുള്ളിടത്ത് k എന്ന് കൊടുത്തു. പി ഓഫ് k + 1 കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n എന്നുള്ളിടത്ത് k + 1 എന്ന് കൊടുക്കണം. ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പി ഓഫ് 1, പി ഓഫ് കെ, പി ഓഫ് k + 1. ഇത്രയും കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് എഴുതിയാൽ നമുക്ക് പകുതി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റെപ്പ് 3 ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. അതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡ് LHS ഈക്വൽ ടു ഈ സൈഡിലുള്ളത് നമ്മൾ എഴുതി. ഇനി നമുക്കറിയാം 3 raised to k minus 1 വരെ, അതായത് 1 തൊട്ട് 3 raised to k minus 1 വരെ ഉള്ളതിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. പി ഓഫ് കെയിൽ 3 raised to k minus 1 by 2. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം LHS എഴുതി 1 തൊട്ട് ഇവിടം വരെയുള്ളതിന് പകരം നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കിട്ടിയത് പി ഓഫ് കെയിൽ നിന്നാണ്. റിമൈനിങ് ടേം എന്ന് പറയുന്നത് 3 raised to k ആണ്. അതും കൂടെ നമ്മൾ എടുത്തെഴുതാണ്. ഇനി സിംപ്ലിഫിക്കേഷനാണ്. നമുക്ക് കിട്ടേണ്ട ആൻസറാണിത്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ്. ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്.
അതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3⁻k അതാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇനി ആഡ് ചെയ്യാം, സിമിലർ ടേംസ് ആഡ് ചെയ്യാം. അതായത് 3⁻kയും 2 × 3⁻kയും ആഡ് ചെയ്താൽ ഇവിടെ 2 ഇവിടെ 1 ഉണ്ടല്ലോ, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 3 വരും. 3 × 3⁻k. പിന്നെ ഈ -1 എന്നുള്ള ടേം അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. -1 ഇവിടെ എടുത്ത് എഴുതാം. ഇനി ഇത് ഇവിടെ 3⁻k എന്നുണ്ട്, ഇവിടെ 3 മാത്രമേ ഉള്ളൂ. 3⁻1 ആണുള്ളത്. അപ്പോൾ പവേഴ്സ് ആഡ് ചെയ്യാം, പവറിലുള്ളത് ആഡ് ചെയ്യാം. അതായത് k+1 അതാണ് 3⁻k+1 -1/2. അതാണ് നമ്മുടെ റൈറ്റ് സൈഡ്. അതിൻ്റെ അർത്ഥം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n = k+1 ആയതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, therefore P of n is true for all n belongs to capital N. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് എഴുതണം. ഇനി ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. Prove that 1/2 plus 1/4 plus 1/8 plus etc. plus 1/2n equal to 1 minus 1/2n. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ എഴുതേണ്ടത് P of n, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് P of n എന്ന് കൊടുക്കാം. അതാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് 1 നേരത്തെ എഴുതിയ അതേ സ്റ്റെപ്സ് തന്നെയാണ്. എല്ലാ പ്രോബ്ലംസും ഒരേപോലെയാണ് ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ടത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പഠിക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? ടു പ്രൂവ് P of 1 ഈസ് ട്രൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതിലെ ഫസ്റ്റ് ടേം 1/2 അത് മാത്രമാണ് എഴുതേണ്ടത്. ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് n-ന് 1 എന്ന് കൊടുക്കാം. ഇതാണ് റൈറ്റ് സൈഡ്. ഇവിടെ n എന്നുള്ളിടത്ത് 1 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 1/2⁻1. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1/2 ഈക്വൽ ടു 1 മൈനസ് 1/2. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണെന്ന് നമുക്കറിയാം. രണ്ട് സൈഡിലും ഒരേ ആൻസർ വരാണ്. അതിൻ്റെ അർത്ഥം P of 1 ഈസ് ട്രൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്റ്റെപ്പ് 2 അസ്യൂം P of k ഈസ് ട്രൂ. P of k കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ n എന്നുള്ളിടത്ത് k എന്ന് കൊടുക്കുക. അതായത് 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/2⁻k അതായത് ഈക്വൽ ടു 1 മൈനസ് 1/2⁻k. ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ഇത് ട്രൂ ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് 3 ടു പ്രൂവ് P of k+1 ഈസ് ട്രൂ. P of k+1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് P of k+1 എന്ന് എഴുതുന്നു. P of k+1 ഇത് എഴുതാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ n എന്നുള്ളിടത്ത് k+1 എന്ന് കൊടുക്കാം. അതാണ് 1/2⁻k+1 ഈക്വൽ ടു 1 മൈനസ് 1/2⁻k+1. ഇനി ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ LHSൽ നിന്ന് തുടങ്ങാണ്. ലെഫ്റ്റ് സൈഡ് LHS ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ളത് അതുപോലെ തന്നെ ഇങ്ങോട്ട് പകർത്തി എഴുതാം. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ ലാസ്റ്റ് ടേം 2⁻k+1 ആയിരുന്നു. ഇതിന് തൊട്ട് മുൻപത്തെ ടേം എന്ന് പറയുന്നത് 2⁻k ആണ്. 2⁻k അതാണ് ഇവിടെ 1/2⁻k എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നോക്കേണ്ടത് ഫസ്റ്റ് ടേം തൊട്ട്, അതായത് 1/2 തൊട്ട് 1/2⁻k വരെ, ഇവിടെ വരെയുള്ളതിന് ഈ ഭാഗത്തിന് ഇവിടെ വരെയുള്ളതിന് നമുക്ക് P of k നോക്കിയിട്ട് ആൻസർ എഴുതാം. P of k ഇതിൻ്റെ ആൻസർ എന്താണ്? 1 മൈനസ് 1/2⁻k. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതിന് പകരമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് 1 മൈനസ് 1/2⁻k. ഇനി ബാക്കി ഒരു ടേം കൂടി ഉണ്ട്, അതും കൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 1/2⁻k+1. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. ഈ ഫസ്റ്റ് 1 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഈ രണ്ട് ടേം നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ടുള്ളത് 2⁻k ഉണ്ട്. ഇവിടെ k+1 ആണ്. അപ്പോൾ 2⁻k നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. 1/2⁻k ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്നത്, ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ 1 വരും. 1 മൈനസ് ആണ് ഇവിടെ വരാം. കാരണം ഒരു നെഗറ്റീവ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എഴുതിയത്.
2k പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2 അതായത് 2. 1 മൈനസ് 1/2. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ആണ്. അപ്പോൾ 1 മൈനസ് 1/2k 1/2 ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ 2k ആണ്, ഇവിടെ 2 എന്ന് മാത്രമേ ഉള്ളൂ. 2ൻ്റെ പവറിൽ 1 ഉണ്ട്. പവേഴ്സ് ആഡ് ചെയ്യണം. അതായത് 2k+1 എന്ന് വരും. 1 മൈനസ് 1/2k+1 അതാണ് നമ്മുടെ റൈറ്റ് സൈഡ്. അതിൻ്റെ അർത്ഥം P(k+1) ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് P(n) is true for all n belongs to capital N. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എല്ലാം തന്നെ എല്ലാ പ്രോബ്ലത്തിനും സിമിലർ ആണ്. അപ്പോൾ ഇത് ഫുൾ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഈ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.